Guestineയും heartily welcoming to Define Academy. Inauguration session lead ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൈൻ അക്കാഡമിയുടെ വൺ ഓഫ് ദ മെന്ററായ എല്ലാവരെയും സൂപ്പർബ്ലി ഗൈഡൻസ് ചെയ്യുന്ന സഫ്ന സാറിനെ വെൽക്കം ചെയ്യാണ്. സർ, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു മാം. ഓഡിബിൾ അല്ലേ? യാ, ഓഡിബിൾ ആണ്. Okay, thank you so much for the wonderful opportunity. Okay, anyway. സെലക്ട് ആയ സ്റ്റുഡൻസ് മറ്റൊക്കെ ഇവിടെ ജോയിൻഡ് ആയിട്ടുണ്ട്. സോ ഗോൾഡൻ ക്ലബ്ബ് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സമയമാണല്ലോ ഇപ്പോൾ. അതായത് നമ്മളൊരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ്. അതായത് ലൈഫിലെ സക്സസ് ആവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഉപകാരപ്പെടുന്ന പോലെ തന്നെ നമ്മൾ മെന്റലി ഫിറ്റ് ആവണമെങ്കിൽ മെന്റലി ഫിറ്റ് ആവേണ്ട ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഉള്ളിലോട്ടേക്ക് കയറേണ്ടതുണ്ട്. സോ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മെന്റലി ഫിറ്റ് ആയിരിക്കുക. നമ്മളിപ്പം ലാസ്റ്റ് ഒരു ഇൻസിഡന്റ് ഒക്കെ കണ്ടു. അതായത് ഒരു 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 വിഷയം വന്നപ്പോൾ ഒരു ദീപക് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ പെട്ടെന്നൊരു വിഷയത്തിൽ കയറി മെന്റലി ഡൗൺ ആവുന്നു, അതിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു. അപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫ് ആകുമ്പോൾ വന്നേക്കാം. സോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ നടന്നു പോകുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ മെന്റലി ഫിറ്റ് ആകാൻ പറ്റും, അതിന് ഉതകുന്ന ഒരു പറ്റം മെന്റേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ് ബിഫൈനിലുള്ളത്. ഓക്കെ, ബിഫൈൻ മെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിങ് ഇവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലായിട്ട് 20+ കൺട്രീസിൽ നമ്മുടെ ശൃംഖലകൾ, സ്റ്റുഡൻസ് വൃന്ദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഭാഷകളിലായിട്ട് നമ്മുടെ അക്കാദമി നടന്നുകൊണ്ടിരിക്കുകയാണ്. 20+ കോഴ്സുകളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ മൂവിങ്ങിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒരു ഗോൾഡൻ മൊമെന്റ് ആണ് ഗോൾഡൻ ക്ലബ്ബ് എന്നുള്ളത്. അതായത് എല്ലാവർക്കും ജോയിൻ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. അതായത് സ്റ്റുഡൻസിനും ജെൻസിനും ഇവിടെ പഠിക്കുന്ന ഏത് ബാച്ചിലുള്ളവരാണെങ്കിലും ആരുടെ മെന്ററിന്റെ അണ്ടറിൽ പഠിക്കുന്നവരാണെങ്കിലും അവർക്ക് മെന്റലി ഫിറ്റ് ആവാനും, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ലൈഫിൽ നിന്ന് ഒരു അപ്പിലോട്ടേക്ക്, അവരിപ്പം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം, അവർ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം, അവർ ചിലപ്പോൾ പഠനത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം, ഏത് വിഷയത്തിലും ആയിക്കോട്ടെ അവർക്കുള്ളൊരു ക്ലബ്ബാണ് ഗോൾഡൻ ക്ലബ്ബ് എന്നുള്ളത്. സോ അതിന്റെ ലോഞ്ചിങ് ആണ് റിയാസ് സാറ് ഇവിടെ നടത്താൻ പോകുന്നത്. സാർ ആദരപൂർവ്വം വെൽക്കം ചെയ്യണം. സാറെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഒരു വെൽവിഷറാണ്. നമുക്ക് എപ്പോഴും നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ തന്ന് നമുക്ക് എപ്പോഴും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരാറുള്ള സാറാണ്. സാറ് IPA ചെയർമാനാണ്. UAE ഉള്ളവർക്ക് മറ്റൊക്കെ അറിയാൻ പറ്റും. IPA എന്ന് പറയുന്ന വൺ ഓഫ് ദ ലീഡിങ് കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്യാൻസർ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഡയറക്ടർ കൂടിയാണ്. സോ നമുക്ക് എന്തുകൊണ്ടും ഈ ഒരു ഗ്ലോബൽ ലോഞ്ച് ചെയ്യാൻ അർഹതപ്പെട്ട ഒരാളാണ് റിയാസ് സാർ. സാർ ആദരപൂർവ്വം വെൽക്കം ചെയ്യും. സാറിന് ഏകദേശം നമ്മുടെ പദ്ധതി ഒരു തുടക്കമാണ്. നമ്മുടെ ഗ്ലോബലി ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടും. ഇതിന്റെ ഫിസിക്കൽ സംഗതികളും ഇതിന്റെ ഓരോ രാജ്യത്തുള്ള ഫിസിക്കൽ വിങ്ങുകളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലായിട്ട് ഇതിനൊരു അപ്ഡേറ്റഡ് വേർഷൻസ് ഫിസിക്കൽ സംഗതികളും, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള സപ്പോർട്ട് ടീംസൊക്കെ ആയിട്ടുള്ള സംഗതികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒഫീഷ്യലായിട്ട് സാറെ ആദരപൂർവ്വം ലോഞ്ചിങ് സെറിമണിക്ക് വേണ്ടി വിളിക്കുകയാണ്. ഫ്യൂ വേർഡ്സിൽ സാർ ഇവിടെ നമുക്ക് ലോഞ്ച് ചെയ്ത് തരും. സോ റിയാസ് സാർ. ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷം ആദ്യമായിട്ട് എന്നെ ഈ ഒരു ഇവന്റിലേക്ക് ക്ഷണിച്ച. Am I audible? ഓക്കെ, അപ്പൊ അതിലേക്ക് ക്ഷണിച്ച നിങ്ങളോട് ആദ്യം നന്ദി പറയുന്നു. മറ്റൊന്ന്, ഇതുപോലൊരു മനോഹരമായ ഒരു കമ്മ്യൂണിറ്റി, അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യകരമായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനെന്നുള്ള ആ തോട്ടിനും ഈ കമ്മ്യൂണിറ്റിക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തീരുമാനത്തെ. ഈ ഒരു പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം ഉണ്ടല്ലോ, ഇപ്പം കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും ഇങ്ങനെ തുടങ്ങി ആളുകൾ ഇങ്ങനെ ഒരു വലിയ മാനസികാവസ്ഥയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഹെൽത്ത് ഫിസിക്കലി മാത്രമല്ല മെന്റൽ ഹെൽത്തിന്റെയും
ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ ആളുകൾക്ക് എത്രത്തോളം പ്രയോജനമെന്ന് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കൈകാര്യം ചെയ്ത് ഒരു ദിവസം ഒരു ന്യൂസ് സെക്ഷന്റെ താഴെ പോയി നോക്കിയാൽ തന്നെ അത്രമാത്രം നെഗറ്റീവുകളും മനസ്സിനുള്ളിൽ കുത്തി നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകണം. അപ്പോൾ നേരത്തെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ സഫ്നാസ്, എൻ്റെ അടുത്ത സുഹൃത്താണ്, ഒരുപാട് വർഷമായിട്ടുള്ള ആത്മബന്ധമുണ്ട്. സഫ്നാസ് പറഞ്ഞ പോലെ ഇപ്പോൾ ദീപക് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ തന്നെ നാട്ടില് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആ പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കൊടുക്കുമായിരുന്നു, നിങ്ങളൊരു സൈക്കോളജിക്കലി ഉള്ള ഒരു ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, നിങ്ങളുടെ നമ്പർ തരും, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവും, അല്ലെങ്കിൽ നിങ്ങൾക്കും വേണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ മാറി എന്താണ് സൈക്കോളജി എന്ന് വ്യക്തമായ ധാരണ ആളുകൾക്കുണ്ട്, എന്താണ് സൈക്യാട്രി എന്നുള്ള ധാരണയുണ്ട്, കൗൺസിലിംഗ് എന്താണെന്നുള്ള ധാരണയുണ്ട്, കൗൺസിലിംഗ് പോകേണ്ടതിന്റെ കൃത്യമായ ധാരണ ആളുകളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഇതിലൂടെ പോകുമ്പോൾ ജനങ്ങളിലേക്ക് വലിയൊരു അവയർനെസ് ആണ് കിട്ടുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരും, സാധാരണ പനി, ജലദോഷം, അല്ലെങ്കിൽ ഇതൊക്കെ പോലെ തന്നെ മനസ്സിന് അസുഖം വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ കൃത്യമായ അഡ്വൈസ് എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആളുകളിലേക്ക് എത്താന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഞാൻ ഇതിന്റെ ഭാഗമാവണം? കാരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ജീവിക്കുന്നത് കുടുംബത്തിനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആൾക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ എൻ്റെ ബ്രദേഴ്സിന് വേണ്ടി ജീവിക്കുന്നു ഒക്കെ. ഇങ്ങനെയൊക്കെ ആവാം. പക്ഷെ അതിന്റെ കൂടെ എത്ര കാലം നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളത്, എത്ര സമയം എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, ഇതൊക്കെ അതിലെ ഭാഗമാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഒരു ക്ലാരിറ്റി വേണ്ടിയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ആരാണ്, സ്വയം തിരിച്ചറിയുമ്പോഴാണ് ഇത് വലിയൊരു ഭാഗമാവുക. മറ്റുള്ളവർക്ക് ജീവിക്കുന്നതിനോടൊപ്പം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ചെറിയ സമയം, ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വെള്ളം കുടിക്കാൻ കൃത്യമായിട്ട് സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ വേണ്ടി എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, ഒരു നല്ലൊരു പുസ്തകം വായിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാം, ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലേക്കും ആ സമയം ചെലവഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി പോകുന്നില്ല, ഇതിനകത്ത് ഒരുപാട് സെഷൻസ് നടക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ പിന്നെ ജോയിൻ ചെയ്യാൻ എനിക്കും വലിയ ആഗ്രഹങ്ങളുണ്ട്. ഇടയ്ക്ക് കേൾക്കാനും ഈ പറഞ്ഞ പോലെ പേഴ്സണലി അതിനുവേണ്ടി സമയം ചെലവഴിക്കാനൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട്. ഇതൊരു വലിയ ഗ്രൂപ്പായി തീരട്ടെ. ഇത് ഗ്ലോബലി ഉള്ള ലോഞ്ചിങ് ആണ് നടക്കുന്നത്. അതിന്റെ ഭാഗമാവാൻ സാധിച്ചാൽ വലിയ ഉപകാരം, വലിയ സന്തോഷം. ഞാൻ നേരത്തെ ഇതിൽ സൂചിപ്പിക്കുമ്പോൾ ഹോപ്പ് എന്നൊരു ഓർഗനൈസേഷൻ പറഞ്ഞു. അത് കേരളത്തിലെ ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ വരുമ്പോൾ അതിന് പീഡിയാട്രിക് ഓൺകോളജി അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്നാണ് പറയുക. അതിന് മുകളിലേക്കുള്ള അഡൽട്ട് ഓൺകോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഓൺകോളജി എന്ന് പറയും. അപ്പോൾ കേരളത്തിലുടനീളം 3000-ഓളം കുട്ടികൾക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആ കുട്ടികളിലേക്കും വേണം. കുട്ടികളൊക്കെ എപ്പോഴും നിങ്ങൾ വന്ന് കൗൺസിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ ഭാഗമാക്കാൻ നിങ്ങൾ എന്താ പറയുക, ജനങ്ങളിലേക്ക് ആ ഓർഗനൈസേഷൻ എത്തിക്കണം. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. ഞാൻ ഒഫീഷ്യലി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിന് ഗ്ലോബലി ലോഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഔദ്യോഗികമായി ഇത് ഗ്ലോബലി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നത് ഔദ്യോഗിക അറിയിച്ച്, നാളെ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ഫിസിക്കൽ കോൺഫറൻസ് ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹവും സമയം പഠിച്ചവൻ സഹായിക്കുകയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പും തരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച് സാറോട് സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. കാരണം IPയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളും പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളിത് സ്റ്റുഡൻസും അതുപോലെ തന്നെ ലേഡീസിന് സെപ്പറേറ്റ് ലേഡീസ് വിങ് തന്നെ, അതുപോലെ തന്നെ ജോബ് ചെയ്യുന്നവർക്കൊരു വിങ്, അതുപോലെ തന്നെ ഒരു വിവിധ ടീമായിട്ടാണ് നമ്മളിവിടെ ഒരു ഗോൾഡൻ ക്ലബ്ബ് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. അതിനെ ലീഡ് ചെയ്യുന്നത് അഞ്ജല ജഹാൻ, ആള് മൈൻഡ് കോച്ചാണ്, ഇന്റർനാഷണൽ മൈൻഡ് കോച്ചാണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ചാണ്. അപ്പോൾ നമ്മളൊരു വിങ് തന്നെ ഇവിടെ രൂപീകരിക്കപ്പെട്ടു, ബിഫൈൻഡ് അണ്ടറിലൊരു വെൽ ബീയിങ് ഒരു മെന്റേഴ്സ് ടീം ഇവിടെ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരു 20+ മെന്റേഴ്സ് ഇവിടെ ഓൺഗോയിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സാറിൽ നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ സാറോട് സ്പെഷ്യൽ
പറയാനുള്ളത്, ഇപ്പൊ നമ്മളൊരു ഇന്റർനാഷണൽ അക്കാദമി മോഡലിലോട്ടേക്ക് വരാൻ സാറും ഒരു കാരണക്കാരനാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങി ഒരു സാറിന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഒരു 2-3 ഇയേഴ്സ് മുന്നേ പിന്നെ നമുക്ക് എങ്ങനെ ഇവിടെ പിന്നെ ഗ്ലോബലി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കാലിക്കറ്റിൽ വന്ന് അവിടെ കണ്ട് മീറ്റ് ചെയ്തപ്പോഴാണ് ദുബൈയിലും ഇത്രമാത്രം നിങ്ങൾക്ക് ഗ്ലോബലി വെർച്വൽ ആയിട്ട് പോകാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു അവസരം തുറക്കപ്പെട്ട് തന്നത്. സോ അതിന് സാറോട് സോ ഗ്രേറ്റ്ഫുൾ ആണ്. സോ എന്തുകൊണ്ടാണ് ഞാൻ സാർ ഒരു ചെറിയ സമയം എടുക്കുക. IPA പറഞ്ഞതുകൊണ്ട് ചെറിയ സമയം എടുക്കുകയാണ്. IPA എന്നുള്ളത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ മലയാളി ബിസിനസ്സുകാരുടെ ഓൾ ഓവർ UAE ഉള്ള ഓർഗനൈസേഷനാണ്, രജിസ്റ്റേർഡ് ഓർഗനൈസേഷനാണ് IPA, ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ആണ് അതിന്റെ പേര്. അപ്പോൾ ഇപ്പൊ നേരത്തെ സംസാരിച്ച പോലെ പല വിങ്ങുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ സ്ട്രെസ്, അതുപോലെ ഉറക്കമില്ലായ്മ, 24 hours വർക്ക് ചെയ്യുന്നവർ. ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അവർക്ക് വർക്കിംഗ് ടൈം ഉണ്ട്, വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒന്ന് ഓക്കെ ആരോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് എന്നെ വിളിച്ച ഇതില് ഈ കാര്യങ്ങളും ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് IPAയുടെ ഭാഗത്തു നിന്നും നമുക്ക് എങ്ങനെയുള്ള നിങ്ങൾ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻസ് കൃത്യമായി ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള സെഷൻ കൊടുക്കുകയാണെങ്കിൽ, കാരണം ബിസിനസിന്റെ സക്സസ് പലപ്പോഴും സക്സസ് ആയതിനു ശേഷം മാത്രമാണ് ആളുകൾ കാണുന്നത് ഇയാൾ സക്സസ് ആയി, അയാൾ ഭയങ്കര സക്സസ്ഫുൾ പേഴ്സൺ ആണെന്നുള്ളത്. പക്ഷെ സക്സസിന്റെ ഡെഫിനേഷൻ ഞാൻ പറയുകയാണെങ്കിൽ റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അത് താഴ്ചയിലും വളർച്ചയിലും ഒക്കെ. ഇപ്പോ വളരെ താഴോട്ട് പോകുന്ന സമയത്തും അയാൾ എന്ത് ചെയ്തു പിന്നീട് ഉയർന്നു വരാൻ, അയാൾ മെന്റലി ഡൗൺ ആയോ, ആ മാനസികമായി അതിന് എങ്ങനെ തയ്യാറെടുത്തു, ആ എന്ത് തയ്യാറെടുപ്പാണ് ആ വ്യക്തി ചെയ്തത് പിന്നീട്. ഞാനൊക്കെ വളരെ താഴോട്ട് പോയിട്ട് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ താഴ്ന്ന ഷഫ്നാസിന് വരെ അറിയാം. അപ്പൊ അതിൽ നിന്ന് ഉയർന്നു വരാൻ നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുത്തു, മാനസികമായിട്ട് എങ്ങനെ തയ്യാറായി, എങ്ങനെ എന്തുകൊണ്ട് തളർന്നു പോയില്ല എന്നുള്ളതൊക്കെ ഒരു കേസ് സ്റ്റഡീസ് നടത്തേണ്ട സംഭവങ്ങളാണ് ഈ ബിസിനസ്സുകാരുടെ ഓരോരുത്തരുടെയും ജീവിതം. അപ്പോൾ തീർച്ചയായിട്ടും IPAയുടെ ഒക്കെ നമ്മളെ ഇങ്ങനെ നല്ല സെഷൻസ് ഉണ്ടാക്കി സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെ പറയുന്നു. താങ്ക് യു. എനിക്ക് തോന്നുന്നത് മറ്റേ IPA 1-2 മെമ്പേഴ്സ് കൂടി ഇതിൽ പങ്കെടുക്കുന്നതായിട്ട് കണ്ടിരുന്നു. മുനീർ ബഫ, ഇസ്മായിൽ, ഇവരൊക്കെ ഞങ്ങളുടെ മെമ്പേഴ്സാണ്. മലയാളികളായിട്ടുള്ള ഒരു എല്ലാ ബ്രാൻഡുകളും IPAയിലുണ്ട്. സന്തോഷം. യെസ് ഒരുപാട് ഗസ്റ്റ് റോളുകൾ പറഞ്ഞിട്ട് അവരൊക്കെ പ്രസൻസും ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് റിയ സാർ, ഹെർട്ട്ഫുള്ളി ആൻഡ് ഗ്രേറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. സോ നമ്മുടെ ലീഡിങ് നമ്മുടെ ഇന്നൊരു ഈ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം നടക്കുന്നതോടൊപ്പം നമ്മൾ ഓൾറെഡി പിന്നെ നമ്മളൊരു വിങ് ഇപ്പം സിലൻ ലോഡ്സിലാണെങ്കിൽ നമ്മുടെ മൈൻഡ്ഫുൾ ട്രേഡിംഗ് കോഴ്സിന്റെ ഒപ്പം ഒരു സെൽഫ് അനാലിസിസ് എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു. അതിന്റെ ഒപ്പം നമ്മുടെ ഏകദേശം 20+ കോഴ്സുകൾ നടത്തുന്ന ഒരു വെർച്വൽ ഇന്റർനാഷണൽ അക്കാദമിയാണ്. അപ്പോൾ വിവിധ കോഴ്സുകളിലോട്ട് നീ ഏതെങ്കിലും ഒരു വിഷയങ്ങളിൽ മെന്റലി ഡൗൺ ആവുന്നപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആയിക്കോട്ടെ, ചിലപ്പം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വിഷയം, അതിനാണ് ഗോൾഡൻ ക്ലബ്ബ്. അതൊരു ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ സെഷൻസ് അത് യൂട്യൂബിലായിട്ടും സൂമിലായിട്ടും നമ്മളൊരു കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് മെന്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിവിടെ കണ്ടിന്യൂസ്ലി വരുന്ന വീക്കുകളിലായിട്ട് പിന്നെ നടക്കാൻ പോവാണ്. അപ്പോൾ അതില് നമുക്ക് ലൈഫിൽ ഉന്നമനത്തിലേക്ക് എത്തേണ്ട ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അതിലൂടെയൊക്കെ പോകപ്പെടും. അതിൽ നമ്മളോടൊപ്പം മുൻകാലങ്ങളിൽ ലീഡ് ചെയ്ത ഒരാളാണ് ഡോക്ടർ നഫീസ മാം. ഫ്യൂ വേർഡ്സ് 2 minutes ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപനമാണ്. നഫീസ മാം, ഹെർട്ട്ഫുള്ളി വെൽക്കം. അതിനുശേഷം അഞ്ജല മാം എന്താണ് പദ്ധതി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ കുറെ ഗസ്റ്റുകളൊക്കെ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ലിമിറ്റഡ് ആയ സ്റ്റുഡൻസുകൾ മാത്രമാണ് എന്തായിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ വിപുലമായിട്ട് ഒരു ഫിസിക്കലായിട്ടും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെന്റേഴ്സ് കിട്ടുന്ന ഈ രീതിയിലോട്ടൊക്കെ ഇത് നീങ്ങപ്പെടും. കാരണം എപ്പോഴും നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് നമുക്കിപ്പം എന്തിനും ആൾക്കാരുണ്ടാവും. ഇപ്പം നമുക്ക് എല്ലാ മനുഷ്യർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്കൊരു വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ പിന്നെ ഒരു താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ഒരു മെന്റർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സപ്പോർട്ടീവായിട്ട് നമുക്ക് എല്ലാം പറയാനും അല്ലെങ്കിൽ ഏത് വിഷയങ്ങളാണെങ്കിലും അതിലൊരു അഡ്വൈസ് എടുക്കാനും പറ്റിയൊരു വിങ്ങാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു നമ്മുടെ ബിഫൈൻ്റെ ഒരു മെന്ററാണ് ഡോക്ടർ നഫീസ മാം. ആള് ദന്തിസ്റ്റാണ്, ലൈഫ് സ്റ്റൈൽ കോച്ചാണ്. മാം, ഫ്യൂ വേർഡ്സ് 2 minutes മാം ഓഡിബിൾ ആകാൻ പറ്റുന്ന അവസ്ഥയാണോ? ഹായ് സർ, ഗുഡ് ഈവനിങ്. ഹായ് എവ്രിബഡി. ഞാൻ ഡോക്ടർ നഫീസ ഷബ്നം. ഞാന് സഫ്ന സാറിന്റെയും അഞ്ജല മാമിന്റെയും കുറച്ച് കാലങ്ങളായിട്ടുള്ള എന്താ പറയാ സർ, ഇവരെ തന്നെ ഒരു കുറച്ച് ട്രെയിനിങ് എനിക്ക് കിട്ടി. എന്ന് വെച്ചാൽ ട്രെയിനിങ് എന്നല്ല, ഞാനും കുറെ ഇതിൽ കടന്നു പോയതാണ്. അതിൽ നിന്ന് എന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന എന്റെ ഒരു വിങ് എന്ന് തന്നെ പറയണം ഇവരെ രണ്ടുപേരും. എനിക്ക് വളരെയധികം ഞാൻ ഭയങ്കര എന്താ പറയാ ഹാപ്പി ആയി സാറിന്റെ ഈ ഇന്നോവേഷൻ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു ജനറേഷൻ എസ്പെഷ്യലി ചെറിയൊരു കാര്യത്തിലായിക്കോട്ടെ കുറെ പേര് കടന്നു പോകുന്ന ഒരു കാര്യമാണ്
ഡിപ്രഷനും പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. സ്ഥലങ്ങളിൽ നിന്നല്ല, ഏതൊരു ഏജ് ഗ്രൂപ്പ് എടുത്താലും ഏതൊരു ഫീൽഡ് ഓഫ് വർക്ക് എടുത്താലും എല്ലാത്തിലും ഈ ഡിപ്രഷനും ആൻസൈറ്റി പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതിനൊരു ഇന്നോവേഷൻ ആയിട്ട് ഇങ്ങനൊക്കെ ഒരു കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഭയങ്കര എന്താ പറയാ, അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഓക്കെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് അല്ലേ, എന്താ ഇപ്പോ അതില് ആ ഒരു സംഭവമാണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ചിലപ്പോ ഒരു വേർഡ് ഓഫ് എന്താ പറയാ, ഒരു ഇതായിരിക്കാം, അത് ചിലപ്പോ നമ്മളെ മൂഡ് തന്നെ മാറ്റി കേൾക്കാം, അന്നത്തെ ദിവസം നമ്മളെ മേക്കപ്പ് ചെയ്തേക്കാം. അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് രണ്ടുപേരുടെ കിട്ടിയതാണ്. അപ്പൊ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഇന്നോവേഷൻ. അപ്പൊ സാർ ഇത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. യെസ്, താങ്ക് യു. ഇത് നമ്മളാണ് കൊണ്ടുപോണത്, അപ്പൊ മാം ഇവിടെ മെന്റർ ആയിരിക്കും. സോ അതുപോലെ തന്നെ നമ്മുടെ ഒരു വിങ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഏത് ബാച്ചിൽ അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനും ഗോൾഡൻ ക്ലബിൽ മെമ്പർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഉള്ള മോർണിംഗിലായിട്ടും നൈറ്റിലായിട്ടും ഒക്കെ ഉള്ള സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടും. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇപ്പോൾ ഒരു മാമുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉതകുന്ന ഒരു മെൻറ്ററുമായിട്ട് സിറ്റിംഗ് ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമമുണ്ട്, പിന്നെ നിങ്ങൾക്കൊരു സഹായം, നിങ്ങൾക്കൊരു മെന്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഉതകുന്ന ഒരു വിങ് ഇവിടെ റെഡിയിലുണ്ട്. അവരെയൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇതിന്റെ സിറ്റിംഗ്സുകൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ മറ്റുമൊക്കെ ആയിട്ടുണ്ടാവും. സോ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഗോൾഡൻ ക്ലബ്ബ് റൺ ചെയ്യുന്നത് അഞ്ജല മാം ആണ്. അഞ്ജല മാം എനിക്ക് തോന്നുന്നു പിന്നെ മാം ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അപ്പൊ അത് ആള് ഒബ്വിയസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനും ഒരു ഫോർമാറ്റിലോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. അത് നമ്മുടെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു മണി മോട്ടീവ് അല്ലെങ്കിൽ ഒന്നും ഉദ്ദേശിച്ചല്ല. അതായത് എല്ലാവരിലേട്ടേക്കും ഈ ഒരു ആശയം എത്തിക്കണം, ഒരുപാട് പേരിലോട്ടേക്ക് നമുക്ക് പിന്നെ ഒരു കൈപിടിക്കാൻ സാധിക്കണം എന്നുള്ളൊരു പ്യുവർ ഇന്റൻഷനാണ്. അതായത് നമ്മൾ ഏത് കോഴ്സ് എടുത്താലും ഏത് വിങ്ങിലുള്ളവരാണെങ്കിലും, ഇപ്പൊ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ലേഡി ആയിക്കോട്ടെ, വലിയ പ്രായമുള്ള ആയിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ട്, ഗോൾഡൻ ക്ലബ്ബിൽ മെമ്പർ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒന്നൊരു സൂപ്പർ ലെവലിൽ വൺ ടൈം അപ്പിലോട്ടേക്ക് കൊണ്ടുവരണം. അതിനാണ് ഗോൾഡൻ ക്ലബ്ബ് എന്നുള്ളൊരു ആശയം. നമുക്ക് വിവിധ 20+ കൺട്രീസിൽ നമുക്ക് സ്റ്റുഡൻസ് വിങ്ങും അതുപോലെ തന്നെ സപ്പോർട്ടീവ് വിങ്ങും ഉണ്ട്. ഓക്കെ, അറബിക്കിലും അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ നമുക്ക് മെന്റേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനിയും നമ്മുടെ ഒരുപാട് ഇപ്പം സ്റ്റുഡൻസിന്റെ വിങ്ങൊക്കെ ഒരുപാട് ഇപ്പം നമുക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പദ്ധതികൾ മറ്റുമൊക്കെ വരാൻ പോകുന്നുണ്ട്, ജൂനിയേഴ്സിനായിട്ട് മറ്റുമൊക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഒന്നിച്ച് ഇതുപോലെ കൊണ്ടുപോകാൻ സാധിക്കണം. ഞാൻ ബ്യൂട്ടിഫുള്ളി ആൻഡ് ഹെർട്ട്ഫുള്ളി അഞ്ജല മാമിനെ വെൽക്കം ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ഒരാൾ കൂടി ഗസ്റ്റ് റോൾ ഉണ്ട്. ആൻഡ് അഡ്വക്കേറ്റ് ലിഷ്മ മുഹമ്മദ് അലി ഒടിവിളാൻ പറ്റുന്ന അവസ്ഥയാണോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? യെസ്, ഫ്യൂ ഓഡിബിൾ വേർഡ്സ്. ആണോ? യെസ്, ഓൺലി 2 minutes. ഓക്കെ, ഗോൾഡൻ ക്ലബ് ആണല്ലോ, അതിനാദ്യമായിട്ട് ഷഫ്നാസിനോടും അഞ്ജലനോടും ഹാറ്റ്സ് ഓഫ്, ഇങ്ങനെ ഒരു ക്ലബ്ബ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്. പിന്നെ ഗോൾഡൻ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ലൈഫിൽ ഒരു പേർപ്പസ് വേണം അല്ലെ? അതിന് നമ്മള് മൈൻഡും ഫിസിക്കും എന്താവണം, അതെ ഒരേ ലെവലില് കൊണ്ടുപോകണം. അപ്പം അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾ എല്ലാവരുടെ കൂടെയും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. സോ നമ്മളെ മൈൻഡ് ഡൗൺ ആകുമ്പോൾ നമ്മളെ ഫിസിക്കും ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. സോ അതിന് മൈൻഡ് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ലൈഫിൽ ഒരു പേർപ്പസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ക്ലബ്ബ് എന്ന് എനിക്ക് ഉറപ്പാണ്. സോ അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കും എന്നുള്ളതും ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച് മാം. ഒരു ഫാമിലി താങ്ക് യു. ആണ്, അതുപോലെ തന്നെ ലോയറാണ്, ലീഡിംഗ് ലോയറാണ്. സോ നമുക്ക് വരും കാലങ്ങളിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആൻഡ് ഞാൻ ഒഫീഷ്യലായി ഹെർട്ട്ഫുള്ളി അഞ്ജല മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് ഇന്നൊരു ഗ്ലോബൽ ലോഞ്ചിങ്ങോട് കൂടി നമ്മൾ എന്താക്കാണ്, പുതിയൊരു ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. മാമിനെ ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. മാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്തതിനു ശേഷം ഇതിന്റെ തലങ്ങൾ എല്ലാവരും നിങ്ങൾ ഏതെങ്കിലും മെന്റേഴ്സിന്റെ അണ്ടറിലോ മറ്റൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിവിധ പദ്ധതികളായിട്ട് നിങ്ങളുടെ ഫോണിലോട്ട് മറ്റൊക്കെ ആയിട്ട് എത്തപ്പെടും. സോ ഒഫീഷ്യലി ഐ എം ഇൻവൈറ്റിംഗ് യു, our team മെന്റർ ആൻഡ് ഇത് ഗോൾഡൻ ക്ലബ്ബ് ലീഡ് ചെയ്യുന്ന അഞ്ജല മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, യു ക്യാൻ കണ്ടിന്യൂ ദിസ്.
Yes, thank you so much, Safna sir, and all the beautiful guests. Heartfully grateful for your presence and wishes. ആക്ച്വലി ഗോൾഡൻ ക്ലബ് എന്ന് പറയുന്നത് വൺ ഓഫ് അവർ ഡ്രീം പ്രൊജക്റ്റ് ആണ്. കാരണം ഇത് എന്തുകൊണ്ട് ഇത്ര ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ മെന്റൽ അവയർനെസ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുറെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ആയിട്ടുള്ള വീഡിയോസും അവയർനെസ് ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതലും ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്നത് കുറവായിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് കേസസും കാര്യങ്ങളും കുട്ടികൾ മുതല് വലിയ മുതിർന്നവർക്ക് പോലും എന്ത് പറ്റണില്ല, മൈൻഡിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദി ആർ നോട്ട് സ്ട്രോങ്. അത് എത്ര വലിയ ആൾക്കാർ എത്ര വലിയ പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ ഒരു മൈൻഡിനെ കപ്പാസിറ്റിയിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോ അതിനുള്ള ഒരു ഗോൾഡൻ റൂൾസ്, അതിനുള്ള ഒരു ഗോൾഡൻ പ്രാക്ടിക്കൽ സെഷൻസിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ ഗോൾഡൻ ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളെ ഫിസിക്കൽ ബോഡിക്ക് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം ഇവിടുന്നാണ് ഇതിലേക്ക് പോകുന്നത്. ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. നമ്മളെ ഫിസിക്കൽ ബോഡി റെഡിയാക്കണം കൂടി എന്ത് വേണം, ഇവിടെ മൈൻഡ് എന്നൊരു സംഭവം വേണം. ഓക്കെ, അവിടെ നിന്നാണ് തീരുമാനം വരേണ്ടത്, അവിടെ നിന്നാണ് ക്ലാരിറ്റി വരേണ്ടത്. അപ്പോ നമ്മളെ മൈൻഡിനെ സ്ട്രോങ് ആക്കാനും ക്ലാരിറ്റിയോട് കൂടി ഡിസിഷൻസ് എടുക്കാനും ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ബോൾഡായിട്ട് അതിനെ നേരിട്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ മെയിൻ ടൂളായ മൈൻഡിനെ പ്രാക്ടീസ് ചെയ്ത് അതിനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരണം. നമ്മള് ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അവര് ബേസിക് ആയിട്ട് അവർ സ്കൂൾ മുതലേ അവരെ അല്ലെങ്കിൽ പാരന്റിങ് രീതി നോക്കുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് മുതലേ കുട്ടികളെ ആ രീതിയിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ദി ആർ സ്ട്രോങ് ടു ഫേസ് എനിത്തിങ്. പക്ഷെ നമ്മൾ കേരളത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കൽ മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, മൈൻഡ് എന്ന് പറയുന്നത് നോർമലൈസ്, ഓക്കെ അതെന്താ നമുക്കത് ചെയ്തു വിടാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരുപാട് മനുഷ്യര് എന്താണ് തളർന്നു പോവാണ്. താങ്ങനെ ഒരാളില്ലാതെ ഒന്ന് കൈപിടിച്ചുയർത്താൻ ഇല്ലാതെ ജീവൻ പൊലിഞ്ഞു പോകുന്ന അവസ്ഥ പോലും ഉണ്ട്. അപ്പോ അതിനുള്ള ഒരു ഫോർവേഡ് ആണ് ഗോൾഡൻ ക്ലബ്. ഈ ഗോൾഡൻ ക്ലബില് നമ്മളെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവൈസ് ചെയ്യാനും ഓക്കെ നമ്മളെ മൈൻഡിനെ ഹെൽത്തി ആക്കാനും സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാനും നമ്മളെ ലൈഫിനെ, നമ്മളുടെ ഉള്ളിൽ ഒരു ജീവനുണ്ടല്ലോ, ആ ജീവനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആക്ച്വലി ഇറ്റ്സ് എ മൈൻഡ്, റൈറ്റ്? ആ ലൈഫിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മളെ മൈൻഡിലാണ്. നമ്മൾ പുറമെ എത്ര ചിരിച്ച് കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ ചിരിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ ലൈഫ് മരണതുല്യാണ്. മരിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, റൈറ്റ്? പുറമേ കാണുന്ന സമയത്ത് ജീവനുണ്ട്, അവര് ചിരിക്കുന്നു, കളിക്കുന്നു, അല്ലെങ്കിൽ അവര് ഫുഡൊക്കെ കഴിച്ച് ഫാമിലി ലൈഫൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ ഉള്ളിൽ അവരുടെ ജീവൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവരും ഒട്ടുമിക്ക പേര് നമ്മള് ഉള്ളറിഞ്ഞ് സന്തോഷിച്ചാ പോണേന്നുള്ളത്. കാരണം നമ്മളുടെ ഉള്ളറിഞ്ഞ് സന്തോഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ്, ആ ഒരു ലൈഫിനെ ലൈഫായിട്ട് ജീവനോട് കൂടി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ഒരു ജീവൻ വേണം. ഇത് ഒരുപാട് പേര് റോബോട്ടിക് ലൈഫാണ് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ലീഡിങ് ദ റോബോട്ടിക് ലൈഫ്. സൊസൈറ്റി നിർമ്മിച്ച ഒരു റോബോട്ടിക് ലൈഫിലൂടെയാ പോകുന്നത്. അവര് നിർമ്മിച്ച ഒരുപാട് റൂൾസിലൂടെയാ പോകുന്നത്. ഉള്ളിൽ ഒരുപാട് വിങ്ങി, എസ്പെഷ്യലി ജെൻസ് നോക്കിക്കാൻ അവരുടെ ഒരു മെന്റൽ അവയർനെസ് വേറെ ഉണ്ട്. അവർക്കൊന്ന് സങ്കടം പറയാനോ അവർക്കൊന്ന് കരയാനോ ഈ സൊസൈറ്റി അവിടെ എന്ത് കൊടുത്തിട്ടില്ല, അലൗഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താക്കണം, ഒരുമിച്ച് കൂടെ നിന്ന് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കണ്ട് അവരുടെ ലൈഫിനെ ഒരു ഗോൾഡൻ മൊമെന്റ്സ് ആക്കി മാറ്റണം. അതിനുള്ള ഇന്റർനാഷണൽ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് മൈൻഡിനെ പ്രാക്ടിക്കലി ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവന്ന് മെന്റലി സ്ട്രോങ് ആക്കുന്ന പ്രോഗ്രാമാണ് ഗോൾഡൻ ക്ലബ്. അപ്പോ ഇതിനെല്ലാവരുടെയും സപ്പോർട്ട് വേണം, ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. നമ്മള്
ഇപ്പൊ കറന്റ് ഓൺലൈനിലായിട്ടാണ് കൊടുക്കുന്നത്. ഫ്യൂച്ചറിൽ ഇത് വിവിധ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉയർന്നു വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ചുരുക്കത്തില് ഗോൾഡൻ ക്ലബ് എന്ന് പറയുന്നത്. ഐ തിങ്ക് നമ്മളെ വൺ ഓഫ് ഗസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? യാ, ഓക്കെ, താങ്ക് യു. നമ്മുടെ ഹിപ്നോ തെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മെന്റലിസ്റ്റ് ആണ് ഉവൈസ്. അപ്പോൾ ആളുടെ ഒരു പ്രൊഫൈലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 100K+ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. സോ നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഉവൈസ, ഫ്യൂ വേർഡ്സ് അബൌട്ട് ദിസ്. ഹാപ്പി വെൽക്കം. താങ്ക് യു. ആണെന്ന് തന്നെ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? അടിപൊളിയാണ്. ഒരുപാട് ഓക്കെ. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഒരു സ്റ്റുഡൻസിനെയും മറ്റുമൊക്കെ ആയിട്ട് എംപവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ സാറിന്റെയും ഫ്യൂച്ചറിൽ നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഒരു ഗോൾഡൻ ക്ലബ്ബ് എന്നുള്ളത് ഒരു 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 മൈൻഡിനെയൊക്കെ നമുക്കൊരു അപ്പ് ലെവലിലോട്ടൊക്കെ എത്തിക്കാനും അവരൊരു എംപവറിങ് ചെയ്യാനൊക്കെ ഉള്ളൊരു ക്ലബ്ബായി മാറാൻ പോവാണ്, മാറിയിട്ടുണ്ട്. സോ ഓക്കെ. എന്തായാലും എന്നെ ഈ വിഷയത്തിലേക്ക്, ഈ ഒരു ടോപ്പിക്കിലേക്ക് ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. പൊതുവെ പരിപാടികൾ വരുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ എല്ലാത്തിനും അറ്റൻഡ് ചെയ്യൽ കുറവാണ്. കാരണം ഇപ്പൊ നമ്മൾ തമ്മിലൊരു ബന്ധത്തിന്റെ പേരിൽ മാത്രമേ ഞാനിത് എടുത്തതും. കാരണം നമുക്ക് ടൈമില്ല, അതാണ് ഏറ്റവും വലിയൊരു വിഷയം. എന്തായാലും വിളിച്ചത് സന്തോഷം. ഇത് ഒരു ഗോൾഡൻ ക്ലബ് എന്നുള്ളത് ഇനി വരുന്ന ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അത്യാവശ്യമായ ഒന്നാണെന്ന് എനിക്ക് ഇതിന്റെ ആശയങ്ങൾ നിങ്ങൾ എന്നോട് പങ്കുവച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഇപ്പൊ നേരത്തെ മാം പറഞ്ഞതുപോലെ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിലും പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും അവരെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവർ ജീവിക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് മറിച്ച് ചിന്തിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ലൈഫ് അത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഒരുപാട് ഇമോഷൻസിലേക്ക് കൂടി ആളുകൾ കടന്നു പോകുന്നുണ്ട്, ഫീലിങ്സിലേക്ക് കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പണ്ടത്തെ ആളുകളും കടന്നു പോയിരുന്നെങ്കിലും ഇന്ന് കൂടുതലും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇപ്പോ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ളൊരു സംഭവം അത് വല്ലാത്തൊരു കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെ റിക്കവർ ആയി വരാം എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ചർച്ച ചെയ്യായിരിക്കും. എനിക്ക് ഈ ഒരു ആശയം കേട്ടപ്പോ വല്ലാത്ത ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഇത് നല്ലതുപോലെ വളരട്ടെ, നല്ലൊരു സംരംഭമായിട്ട് ഫ്യൂച്ചറിൽ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഉവൈസ ഫോർ യുവർ വാല്യുബിൾ പ്രസൻസ്. ആൻഡ് എല്ലാവരോടും, ഗസ്റ്റായി വന്ന എല്ലാവരോടും താങ്ക്ഫുൾ ആവാണ്, ഗ്രേറ്റ്ഫുൾ ആവാണ്. അതുപോലെ തന്നെ നമുക്ക് പണ്ട് കാലങ്ങളിലും, പണ്ട് എന്ന് പറയണില്ല, പിന്നെ വല്യമ്മമാരൊക്കെ അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്കിപ്പോൾ ഒരു പിന്നെ വീട്ടിലൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞുകാലങ്ങളിലും മറ്റൊക്കെ പ്രശ്നങ്ങൾ പറയാനും കേൾക്കാനൊക്കെ ആളുണ്ടായിരുന്നു. ഇപ്പം ഒരു ഡിജിറ്റൽ യുഗം, ഡിജിറ്റലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് എല്ലാവരും ഫോണിലോട്ടൊക്കെ മറ്റുമൊക്കെ മാറുന്നൊരു, ഇപ്പോൾ ഞാനടക്കം നമ്മൾ അക്കാദമി അടക്കം വെർച്വലാണ്. അപ്പോൾ പലപ്പോഴും പിന്നെ നമുക്ക് എന്തില്ല, ഇമോഷൻസ് പുറത്തു വിടാനൊക്കെ അവസരങ്ങൾ കിട്ടാത്തൊരു സംഗതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളിതിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. ഇപ്പം അഞ്ജല മാം സൂചിപ്പിച്ച ഒരു ജെൻസിന് ഇപ്പോൾ ജെൻസ് കമ്മീഷനൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ലേഡീസിനെ പോലെ തന്നെ ജെൻസിന് ഇമോഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു പിന്നെ ഇതെവിടെ പറയണം, എങ്ങനെ പറയണം, അല്ലെങ്കിൽ നോർമലി ഇപ്പം ഞാനൊരു കണ്ണൂക്കാരനായതുകൊണ്ട് പറയാണ്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കൗൺസിലിങ്ങിന് പോവാം, കേരളത്തിൽ മൊത്തം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ണൂരിൽ വർക്ക് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ആ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടും സൈക്കോളജി കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടും ഒരു കൗൺസിലിങ്ങിന് പോകാം അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് ഒരു പ്രോഗ്രാമിന് പോകാന്നൊക്കെ പറയുമ്പോൾ ഭ്രാന്തിന്റെ ചികിത്സക്ക് പോകാന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിളിക്കും, നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റിന്റെ അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കൗൺസിലിംഗ് ഇരുന്നൂടെ എന്ന് പറയുമ്പോൾ എന്തോ അയ്യോ എൻ്റെ മക്കൾക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു അവയർനെസ്സും കൂടിയൊക്കെയാണ് ഗോൾഡൻ ക്ലബ്ബ് മുന്നോട്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതിന്റെ വിവിധ തലങ്ങളും മറ്റുമൊക്കെ നമുക്ക് കൊണ്ടുവരണം. ആൻഡ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ഇതിന്റെ രണ്ടാമത്തെ ഒരു ആശയം കൂടി ഉള്ളത്, നമ്മളിപ്പം പിന്നെ മൈൻഡ്ഫുൾ ട്രേഡർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെ, ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റുഡൻസ്
കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് പിന്നെ ഇമോഷണലി ഒക്കെ ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ട്രേഡിങ്ങിലൊക്കെ നഷ്ടപ്പെടുന്ന തലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട്, ഇപ്പം അവർ ഒന്ന് താങ്ങി നിർത്തി അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്ത് ഒരു പ്യുവർ ഗൈഡൻസ് കൊടുത്ത് സപ്പോർട്ടൊക്കെ കൊടുത്തു തരുമ്പോൾ അവർക്ക് വീണ്ടും ഉയർന്നു വന്ന ഒരുപാട് കഥകളും സ്റ്റോറീസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യലി മുന്നേ നമ്മളൊരു ബാച്ച് റൺ ചെയ്തത് വിഡോസിന്, അതായത് വിധവകളായ സമൂഹത്തിൽ ഹസ്ബൻഡ് ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ പിന്നെ ഒരു പിന്നെ ലോകത്തിലെ ബെസ്റ്റ് സ്കില്ല് എന്ന് നമ്മൾ പറയുന്ന ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. അതിൽ സ്റ്റുഡൻ്റ് ആയവർക്കൊക്കെ മെൻറ്റർ ആവാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്കും നമ്മൾ ഫ്രീ ആയിട്ട് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് അവരെയും സൊസൈറ്റിയുടെ ഉന്നതിയിലേട്ടൊക്കെ എത്തിക്കാൻ നമ്മൾ ഒരു പരിശ്രമം കൊടുക്കുകയാണ്. ആൻഡ് അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. ആൻഡ് വൺ ഓഫ് അവർ ഗസ്റ്റ് കൂടി ജോയിൻ ആയിട്ടുണ്ട്, മുനീർ അൽവഫ സാർ. മുനീർ സാർ. ഹലോ. യെസ് സാർ, നമ്മള് ഏകദേശം റിയാസ് സാറൊക്കെ ലോഞ്ച് ചെയ്ത് പോയി സാർ, കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നുന്നു. നമ്മളെ ഗോൾഡൻ ക്ലബ്ബ് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെടുന്നത് ഇത് സൊസൈറ്റിയിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് മറ്റുമൊക്കെ പിന്നെ ഒന്ന് ഉഷാറാക്കാൻ, അതുപോലെ തന്നെ ഏത് പിന്നെ ജെൻസ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് ആണൊക്കെ അവർക്കൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാറെ ലേറ്റ് ആയതിൽ പിന്നെ വിഷമമില്ല, എന്നാലും സാർ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദിസ് പ്രോഗ്രാം. ഹായ് എല്ലാവർക്കും സുഖമല്ലേ? യെസ്, ഓൾ ഗുഡ്. ഓഡിബിൾ ആണ്. ആണല്ലോ. നമ്മുടെ 20+ കൺട്രീസിൽ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു വിങ്ങാണ് ഇവിടെ രൂപീകരിക്കപ്പെടാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 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 സൂപ്പർ കൂട്ടായ്മയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സാറിന് ഫ്യൂച്ചറും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. സാറിന് സംസാരിക്കാം. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻവൈറ്റ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ഡൈനാമിക് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതിലും വലിയ അഭിമാനമുണ്ട്. എന്തായാലും ദ ഹോൾ സിറ്റുവേഷൻ ഈസ് ദാറ്റ് എവറിബഡി ഈസ് ചാലഞ്ച്ഡ്. എല്ലാവരും ഇപ്പം ഇങ്ങനെ ചാലഞ്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി. ഇപ്പം അതിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിലും ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും പൊളിറ്റിക്കൽ സിനാരിയോ ആണെങ്കിലും പേഴ്സണൽ പിന്നെ ഫ്രണ്ടിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ ചാലഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലാകെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ എങ്ങനെ മോസ്റ്റ് പവർഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറൗണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് കുറെ കണ്ണോടിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് നമ്മൾ സമയം ഒരുപാട് നമുക്കല്ലാത്ത രീതിയിൽ ചെലവഴിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മെന്റൽ വെൽബീയിങ്ങും നമ്മളുടെ ഫിസിക്കൽ വെൽബീയിങ്ങും നമ്മുടെ പിന്നെ വെൽത്ത് ആൻഡ് ഹെൽത്ത് ആ കണ്ടീഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ എഫക്റ്റീവ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഇന്നെനിക്ക് കുറച്ചു നേരം മുമ്പ് ഒരു വൈകുന്നേരം എനിക്ക് നാട്ടിൽ നിന്നൊരു കോള് വന്നു. ആക്ച്വലി ഒരു കുട്ടി ഇതേപോലെ തന്നെ നല്ലൊരു ജോബ് ഉണ്ട്, നല്ലൊരു ജോബിൽ ഇങ്ങനെ കയറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷി ഫെൽ ഇൻ ലവ് വിത്ത് എ പേഴ്സൺ ആൻഡ് അങ്ങനെ അത് കുറച്ചുകൂടി ടോക്സിക് ആയി മാറി. അതിനുശേഷം കുറെ നാള് ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം ഹി ലെഫ്റ്റ് ഇൻ ഡാർക്ക്. അപ്പൊ അതുവരെ ഉണ്ടായെടുത്ത പഠനം മുതൽ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് ഇപ്പൊ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോബ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പം ഭയങ്കര ഒരു വളരെ നല്ല രീതിയിൽ വന്ന് വളരെ പ്രൊഫിഷ്യന്റ് ആയിട്ട് ഒരു നല്ല ജോലി നേടിയ സമയത്താണ് ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നത്. അപ്പൊ ചോദിച്ചത് എന്താ പറഞ്ഞാല് ഐ വാസ് അലോൺ ആൻഡ് ഐ വാസ് നോട്ട് ഗെറ്റിംഗ് റിയൽ സപ്പോർട്ട് ഫ്രം മൈ ഫാമിലി. ഐ വാസ് നോട്ട് ഗെറ്റിംഗ് റിയൽ സപ്പോർട്ട് ഫ്രം മൈ ഫ്രണ്ട്സ്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രാപ്പിലേക്ക് വന്നത്. പിന്നീടാണ് അറിയുന്നത് അതൊരു ട്രാപ്പായിരുന്നു എന്നുള്ളത്. സോ ഷീസ് നോവെയർ നൗ. അപ്പൊ ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാല് ഒന്ന് നമ്മളെ വിശ്വാസമില്ലായ്മ കൊണ്ടാണത്. അതായത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം ഐഡന്റിറ്റിയാണ്. നമ്മൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഒരു പാരസൈറ്റ് ആയിട്ട് എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം നമ്മളിവിടെ അവസാന ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അവിടെ പിന്തള്ളപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വി ഹാവൻ ഡൺ എനിത്തിങ് ഇൻ അവർ ലൈഫ് ഫോർ അവർ സെൽഫ്സ്. അപ്പൊ അതില്ലാണ്ടാക്കണമെങ്കിൽ നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും മറ്റുള്ളവരെ നോക്കിയിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര കാലം ജീവിക്കും എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പലരുടെയും മുന്നിലുള്ളത്. അപ്പൊ അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസം നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്, ജോലി നമ്മൾ നേടിയെടുക്കണം, സെൽഫ് എംപ്ലോയ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, സ്വന്തമായിട്ട് അത് ട്രേഡിംഗ് ആണെങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് ആർജിച്ചെടുക്കുമ്പോൾ അത് റൈറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നേടാൻ പറ്റുള്ളൂ. എവറി വൺ ഈസ് എ ലീഡർ ഹിയർ.
നമ്മളൊരു വീട്ടിലെ വീട്ടമ്മയാണെങ്കിൽ ആ മക്കളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെയും ലീഡറാണ് നമ്മൾ. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവരുടെ ലീഡറാണ്. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ലീഡർഷിപ്പിലേക്കാണ് അവർ നമ്മൾ ഉയർത്തപ്പെടുന്നത്. അപ്പൊ എവരി ലീഡർ ഷുഡ് ബി ഇനേബിളിംഗ് ദംസെൽസ് ആൻഡ് ട്രൈ ടു എനേബിൾ അതേഴ്സ്. ആ ഒരു ഹലോ ഐ എം ഓഡിബിൾ? Yes, sir, audible ആണ്. Continue. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. അവിടെ സ്വയം ആർജിച്ചെടുക്കേണ്ട കഴിവുകളിൽ ഒന്നാമത്തത് നമ്മുടെ മെന്റൽ വെൽബീയിങ് ആണ്. നമ്മൾ ഒറ്റക്കാണെങ്കിലും പക്ഷെ നമ്മൾക്ക് സ്വയം നമ്മളെ തന്നെ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ തന്നെ നമ്മൾ എക്യുപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മൾക്ക് ഒറ്റക്കാണെങ്കിലും ആ സോളിറ്റ്യൂഡ് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ, അതിനുള്ള പ്രാക്ടീസുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ എടുത്താലേ നമുക്ക് ആരില്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാൻ പറ്റും. നമ്മൾ എത്ര കണ്ട് ശ്രമിക്കുന്നുവോ അത്രയും നമ്മൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാവും. നമ്മൾ എത്ര കണ്ട് നന്നായിട്ട് ശ്രമിക്കുന്നതിൽ അത്രയും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. ശ്രമിക്കാതെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ കുറെ റീലും കണ്ടുകൊണ്ടിരുന്നോണ്ടൊന്നും കാര്യമില്ല. കാരണം റീല് കാണണ്ടെന്നല്ല, അതുകൊണ്ടാണല്ലോ നമ്മളുടെ റീലൊക്കെ ആൾക്കാർ കാണുന്നത്. റീല് കാണുന്നതിന് അത് എപ്പോഴും നമ്മൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്കും കൂടി നമ്മൾ ഓൺലൈൻ ടൈം ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇറ്റ് കുഡ് ബി ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പൊ AI വന്നതോട് കൂടി ബീങ് ഒരു AI എന്തോസിയാസ്റ്റ് എന്ന് നിൽക്കുമ്പോൾ ഒരു AI സ്റ്റുഡന്റ് എന്ന നിലക്ക് ഞാൻ പറയാണ്, AI എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സെൽഫ് ഐഡന്റിഫിക്കേഷൻ പറ്റിയ ഒരു സംഭവമാണ്. ഇഫ് യു ഫീൽ യു ആർ അലോൺ, then the best thing is that try to learn something in AI. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു പ്രധാനപ്പെട്ട 5 ടൂളുകൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും വേണ്ട, അത് മാത്രം മതി ജോലി ഉണ്ടാക്കിയെടുക്കാൻ. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞ മെന്റൽ വെൽബീയിങ് ശരിയാവും, നിങ്ങൾ ഒറ്റപ്പെടൽ ഇല്ലാണ്ടാവും, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ മൊത്തം നിങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെടും. അത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണെങ്കിലും, ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആയിട്ടാണെങ്കിലും, ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ടാണെങ്കിലും, ഈവൺ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ഒരു ജോബൊക്കെ പോകുന്നതെങ്കിലും നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു 5 ടൂളുകൾ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അത്രേ വേണ്ടുള്ളൂ. ലോകത്തുള്ള 10,000-കണക്കിന് ലക്ഷക്കണക്കിന് AI ടൂളൊന്നും പഠിക്കാൻ അതിന്റെ പിറകെ പോയിട്ട് നമ്മൾ സമയം കളയണ്ട. 5 ടൂൾസ് പഠിച്ചാൽ യു വിൽ ബി പ്രൊഫിഷ്യന്റ്. ഇനി വരാൻ പോകുന്ന കാലത്ത് AI എന്ന് പറയുന്നത് അവിടെ ഒരു ജനറലിസ്റ്റിനെയാണ് എല്ലാ കമ്പനിക്ക് ആവശ്യം. AI ജനറലിസ്റ്റ് എന്നൊരു ടേം, അതായത് AI ജനറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ചെയ്യാൻ ഏതൊക്കെ ടൂൾ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആളെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം, അതറിയുന്ന ഒരാളാണ് AI ജനറലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോസ്റ്റാണ് എല്ലാ കമ്പനികളിലും മസ്റ്റായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സബ്ജക്ട് അല്ലെങ്കിൽ പോലും എൻ്റെ ഒരു താല്പര്യമുള്ള ഒരു സബ്ജക്ട് എന്ന് നിങ്ങൾക്ക് പറയുന്നത് AI is not a future, it is a part of your life. അത് ഇന്ന് നമ്മുടെ ലൈഫിന്റെ ദൈനംദിന ലൈഫിന്റെ ഭാഗമായത് കൊണ്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിൽ തന്നെ AI ഉപയോഗിച്ച് ഒരുപാട് കാലം നമ്മൾക്ക് ഒരുപാട് ഫോർകാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഒരുപാട് പ്രൊഡിക്ഷൻസ് നടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഒരുപാട് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ വന്നതും പോകുന്നതും ഒറ്റക്കാണ്. ഈ ലൈഫിൽ നമ്മൾ വരുന്നത് ഒറ്റക്കാണ്, തിരിച്ചു പോകുന്നത് ഒറ്റക്കാണ്. ജീവിക്കുന്നതും നമ്മൾ പഠിക്കേണ്ടത് യു സ്റ്റാർട്ട് റെസ്പെക്ടിങ്, ലവിങ് യുവർ സെൽഫ്. നമ്മൾ സെൽഫ് എസ്റ്റീംഡ് ആയിട്ട് തന്നാലേ ഇഫ് യു ഡോണ്ട് ലവ് യുവർ സെൽഫ്, നോബഡി ഈസ് ഗോയിങ് ടു ലവ് യു. ഇഫ് യു ഡോണ്ട് റെസ്പെക്ട് യുവർ സെൽഫ്, നോബഡി ഈസ് ഗോയിങ് ടു റെസ്പെക്ട് യു. അത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനെന്താ വേണ്ടത്? നമ്മൾ കുറച്ച് കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ സ്വയം നമ്മളുടെ തന്നെ ബഹുമാനിക്കാം. ഞാൻ ഉഷാറാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തെങ്കിലും റിസൾട്ട് എന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചെയ്യുമ്പോഴാണ് അവിടെയാണ് നമ്മളെ തന്നെ ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങുന്നത്. അതല്ലാതെ എന്നെ കൊണ്ടൊന്നും ആവില്ല. കാരണം നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത്, ഞാൻ സമയം കൂടുതൽ എടുക്കുന്നില്ല, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അതോടെ നമ്മൾ അന്നത്തെ ദിവസം തീരും. നിന്നെ കൊണ്ടൊന്നും ആവില്ല എന്നോ അല്ല നീ ചെയ്ത് ശരിയില്ല എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കണമെന്ന് പറയണം. അത് പഠിക്കണം, അത് പറയാൻ വേണ്ടിയിട്ട്. അതിനർത്ഥം അങ്ങനെ ആ ഭാഷ ഉപയോഗിക്കണം എന്നല്ല, ആ മെന്റാലിറ്റിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. ബിക്കോസ് കേൾക്കാം, നമ്മളെല്ലാം കേൾക്കാം, നമ്മളെല്ലാം ശ്രദ്ധിക്കാം. പക്ഷെ നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളിൽ നമുക്ക് ചില കഴിവുകളുണ്ട്. ആ കഴിവുകളെ പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മുഷിഞ്ഞിരുന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. വി ആർ നോട്ട് ഗോയിങ് ടു ഗ്രോ ബൈ അവർ സെൽഫ്സ്. നമ്മളെപ്പോഴും ആരുടെയെങ്കിലൊക്കെ വാക്കുകളുടെ അടിമയാകുന്നതിന് പകരം നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യാൻ പഠിക്കണം. യു ആർ ദ
designer of your destination, and you always design your or draft your destiny. അത് തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ ഭാവി. നമ്മുടെ ചിത്രം വരക്കേണ്ടത് നമ്മളുടെ കയ്യിലുള്ള ബ്രഷ് കൊണ്ടാണ്. അത് വേറെ ആളടുത്ത് കൊടുത്താൽ ആ വരക്കുന്ന ചിത്രം എത്ര ഭംഗിയാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അവരിഷ്ടത്തിനനുസരിച്ച് വരക്കുള്ളൂ. ആ വരച്ച ചിത്രം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ യു ബിക്കം ദ മാസ്റ്റർ ഓഫ് യുവർ ലൈഫ് ആൻഡ് യുവർ മൈൻഡ്. അതാണ് നമ്മളെ മാസ്റ്റർ മൈൻഡ് നമ്മൾ തന്നെ ആയാൽ മാറിയാലേ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഫിലോസഫി അല്ല, ഇത് പ്രൂവൺ ആണ്. ഇത് ലൈഫിൽ ഇപ്പൊ എന്റെ ലൈഫിലാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആ രീതിയിൽ തന്നെ ആലോചിച്ചിട്ടാണ്. നോ കമ്പാരിസൺ വിത്ത് എനിവൺ എൽസ്, ബിക്കോസ് യു ആർ യുണീക്ക്. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യരുത്. യു കനോട്ട് കമ്പയർ ആൻ ആപ്പിൾ വിത്ത് എൻ ഓറഞ്ച്. യു കനോട്ട് കമ്പയർ ആൻ ആപ്പിൾ വിത്ത് ഗ്രേപ്പ്. യു കനോട്ട് കമ്പയർ വിത്ത് എൻ ആപ്പിൾ വിത്ത് അവോക്കാഡോ. ആപ്പിൾ ഈസ് ആപ്പിൾ, ഓറഞ്ച് ഈസ് ഓറഞ്ച്. യു ആർ യുണീക്ക് ആൻഡ് യുവർ ഐഡന്റിറ്റി ഈസ് യുണീക്ക്. അതിൽ വേറെ ആളെ കമ്പയർ ചെയ്ത് എനിക്ക് അതില്ല എനിക്കിതില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കെല്ലാം ഉണ്ട്. സി, ലുക്ക് അറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, യു ആർ ബ്യൂട്ടിഫുൾ ആൻഡ് യു ഹാവ് ടാലന്റ്, യു ഹാവ് എഡ്യൂക്കേഷൻ, യു ഹാവ് ദീസ്, യു നോ ഹൗ ടു കുക്ക്, യു നോ ഹൗ ടു ഡു ദീസ്. 10 കാര്യങ്ങൾ നമ്മൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും നമുക്ക് മുടി കുറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ എപ്പോഴും തലയിൽ വരുന്ന നമ്മുടെ ചിന്ത. ഓൾവേസ് വെൻ യു ലുക്ക് അറ്റ് യുവർ സെൽഫ് യു ഫൈൻഡ് ദ ഫോൾട്ട്സ് ഇൻ യു. ഡോണ്ട് എവർ ഡു ദാറ്റ്. ഓൾവേസ് തിങ്ക് അബൌട്ട് 10 പോസിറ്റീവ് തിങ്സ് ഇൻ യുവർ ലൈഫ്, യു വിൽ വിൻ. അപ്പൊ ഇതാണ് ഗോൾഡൻ റൂൾ ഓഫ് യുവർ ലൈഫ്. ദ തിങ് ഈസ് ദാറ്റ് യു ട്രൈ ടു റെസ്പെക്ട് യുവർ സെൽഫ്, യു ട്രൈ ടു ലവ് യുവർ സെൽഫ് ആൻഡ് നെവർ കമ്പയർ. Always collaborate with the people to overcome the crisis. So with that note, wish you all the very best. ഈ കൂട്ടായ്മക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് ലൈഫിന് ടച്ച് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് ഹൃദയങ്ങൾക്ക് ഒരുപാട് സാന്ത്വനം നൽകാൻ പറ്റട്ടെ. സാന്ത്വനം ഉദ്ദേശിക്കുന്നത് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പദ്ധതികളുമായിട്ട് ഒരുപാട് മുമ്പോട്ട് വരട്ടെ. സഫ്നാസ് ഈസ് എ വെരി enthusiastic entrepreneur. ഒരുപാട് കാര്യങ്ങൾ ആലോചനയിലും ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിലുള്ള ഒരു നല്ല ഒരു സോളാണ്, എ ഗുഡ് ബ്യൂട്ടിഫുൾ സോൾ. അതിന് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എ ലേഡി ഈസ് എ കംപ്ലീറ്റ് എക്കോസിസ്റ്റം ഓഫ് എവറി വൺസ് ലൈഫ്. ആ എക്കോസിസ്റ്റം ആണ്. ഓൾ റൈറ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. മുനീർ സാറെ പറ്റിയ ഒരു ഫ്യൂ വർക്ക്, അതായത് ഞാൻ പലപ്പോഴും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എങ്ങനെ ആവണമെന്ന് മുനീർ അലോഫ സാറെ കണ്ടു പഠിക്കണം. എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 മിനിറ്റ് ഒക്കെ സാറ് കൂടെ ചെലവഴിക്കാൻ ഫിസിക്കലി എനിക്ക് ടൈം കിട്ടും. പക്ഷെ അതിനിടയിൽ തന്നെ സാർ 2-3 പേർക്ക് ജോബ് ആയിക്കോട്ടെ ഞാൻ എന്റെ കൺമുന്നിൽ നിന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ സാറിന്റെ ലാസ്റ്റ് ബർത്ത്ഡേ നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു തീരുമാനം തന്നെ ഇനി ഒരു വർഷം കൊണ്ട് ഞാൻ ഇത്ര പേർക്ക് ജോബ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സാറിന്റെ കണക്ടിവിറ്റി നെറ്റ്വർക്ക് എങ്ങനെ ഉപയോഗിച്ചിട്ട് സാർ എങ്ങനെ മറ്റുള്ളവർക്ക് ജോബ് കൊടുക്കുന്നു. ഞാൻ ഒരുപാട് അത്ര റീൽസുകളും സാർ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് യുഎയിലൊക്കെ പ്രളയം വന്ന 2 years ബാക്ക് പ്രളയം വന്ന സമയത്ത് സാർ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിറ്റിയാണ് റെയിൻ സപ്പോർട്ട് യു എന്നുള്ളത്. അതിന് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാം. നമ്മളെ ടീമും നമ്മുടെ ഇവിടെ ഉള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഓൺലൈനായിട്ട് മറ്റൊക്കെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. സാർ ഇവിടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ very happy to see you all, and I'm really honored and humbled with your words and with your actions. All the very best. ഒരു 10 minutes സാർ നമ്മളൊരു 4 മാസത്തെ കണ്ടന്റ് ആണ്, നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയ കണ്ടന്റുകളാണ് സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്യൂ വേർഡ്സിൽ പറഞ്ഞു പോയത്. ഇനിയും നമ്മളോടൊപ്പം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫ്രം ദ ഹേർട്ട്. Okay dear, thank you so much. Take care. Bye. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. സോ നമ്മൾ മാം വൈൻഡപ്പിലോട്ടേക്ക് പോവാണ്. ഗോൾഡൻ ക്ലബിന്റെ ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കി. ഇതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഇന്നായിട്ടുള്ളത് ആ ഗ്രൂപ്പിലൊന്ന് അറിയിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു പദ്ധതിയുടെ ഒരു ഫീലിങ്സും പ്രൗഡ്നെസ്സും, കാരണം നമ്മൾ എല്ലാവരും കൂടിയാണ് ഈ ഗോൾഡൻ ക്ലബ്ബ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിലിപ്പം സെൽഫ് അനാലിസിസ് ആയിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ട്രേഡറിൽ വരും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേറെ രീതിയിലോട്ടൊക്കെ അത് വിവിധ തലങ്ങളിലോട്ടേക്ക് വരും. ഇതിന്റെ ഇന്റൻഷൻ എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ഉള്ള ലൈഫിൽ നിന്ന് സ്റ്റെക്നെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ലൈഫിൽ നിന്ന് ഒരു 1 time അപ്പിലോട്ടേക്ക് നമ്മൾ പോകുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഓപ്പൺലി നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ വോയിസ് ആയിട്ട് അറിയിക്കാം. നിങ്ങൾക്ക് ഇതിലെ ഫീലിങ്സും ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ അറിയിക്കാം. നമുക്കൊരു ടീമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. അതുപോലെ തന്നെ
ഞാൻ ഇന്ന് പ്രഖ്യാപിച്ച നമ്മളെ വിഡോസിന്റെ ബാച്ച് നമ്മൾ ഓൾറെഡി ഒന്ന് റൺ ചെയ്തിരുന്നു. സെക്കൻഡ് ബാച്ച് നമ്മൾ ഓൺ ഗോയിങ് ആണ്. അതിലും പിന്നെ മെന്റേഴ്സും സപ്പോർട്ടൊക്കെ ആയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ അത്ര ഉദ്യമങ്ങളൊക്കെ ആയിട്ട് ബിഫൈനും നെക്സ്റ്റിനും ജില്ലൻ ലോഡ്സ് ഒക്കെ മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വിത്ത് ദ പെർമിഷൻ ഓഫ് മാം ഞാൻ ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും പിന്നെ താങ്ക്ഫുൾ അറിയിക്കുന്നു. ആൻഡ് സ്റ്റുഡൻസ്, മെന്റേഴ്സ് ആൻഡ് ദ ഗസ്റ്റ്സ് എല്ലാവർക്കും, റിയാസ് സർ അതുപോലെ തന്നെ മുനീർ ഉൽ സർ എല്ലാവർക്കും ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ അറിയിക്കുന്നു. സി യു. നമുക്ക് ബാച്ചും കാര്യങ്ങളൊക്കെ അതേപടി മുന്നോട്ടേക്ക് പോകും. നമുക്ക് ഗോൾഡൻ ക്ലബിന്റെ പദ്ധതികൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലും മറ്റും ഒക്കെ ആയിട്ട് വരും. ഓക്കെ, സി യു. മാം, വിത്ത് ദ പെർമിഷൻ ഓഫ് യുവർ വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? യെസ്. ഓക്കെ, യു ക്യാൻ. So thank you so much everyone. നമുക്ക് ഗോൾഡൻ ക്ലബിന്റെ ഫ്യൂച്ചർ പ്രോഗ്രാംസിൽ കാണാം. ഓക്കെ, ബൈ.